തൃശൂർ മിനാലൂരിൽ ബസ് ടോറസിന്റെ പിന്നിലിടിച്ച അപകടം 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. അമൽ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ? ഗുരുതരമായ പരിക്കാണോ ഇവർ കേട്ടിരിക്കുന്നത്? വിജയകുമാർ, വലിയൊരു ദുരന്തമാണ് തലനാരിഴയ്ക്ക് മാറിപ്പോയത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു അപകടമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന വഴിയിൽ മിനാലൂരിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ആംബുലൻസ് അതിവേഗത്തിൽ വടക്കാഞ്ചേരി ഭാഗത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ അത് ആംബുലൻസിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ടോറസ് ബ്രേക്ക് ഇട്ട് നിർത്തി. അപ്പോൾ പെട്ടെന്ന് ടോറസിന്റെ പുറകിൽ വന്ന് ബസ് ഇടിക്കുകയായിരുന്നു. ബസ് ഇടിച്ചത് ഉടനെ ഡ്രൈവർക്കടക്കം പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായി. ഡ്രൈവർക്കടക്കം ബസ്സിലുണ്ടായിരുന്ന 7 പേർക്കാണ് പരിക്കേറ്റത്. ഡ്രൈവറുടെ നില ഗുരുതരമാണെന്നാണ് ഇതിനോടകം നമുക്ക് അറിയാൻ സാധിച്ചത്. ഏതായാലും തൽക്ഷണം തന്നെ പോലീസിന്റെയും ജനങ്ങളുടെയും ഭാഗത്തു നിന്ന് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനമാണ് ഉണ്ടായത്. അതേ തുടർന്ന് ബസ്സിന്റെ മുൻചില്ല് തകർത്ത് കൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ നമുക്കിവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും പറയുന്നത് വെച്ച് നോക്കിയാൽ ഈ ഒരു വലിയൊരു അപകടമാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. അതിൽ നിന്നെല്ലാം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നാണ് പറയാൻ സാധിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്കാണ് എല്ലാവരെയും കൊണ്ടുപോയിരിക്കുന്നത്. ഡ്രൈവറുടെ ഒഴിച്ച് ബാക്കി ആരുടെയും പരിക്കുകൾ സാരമല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. വിജയകുമാർ, 7 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡ്രൈവറുടെ നില ഗുരുതരമാണ് എന്നാണ് അമൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.